നമുക്ക് വൺ ഡേ ഫുള്ള് വേണം തോന്നുന്നു. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് കാട്, കറുത്ത കാട്, പിന്നെന്താ ദൈവ മനുഷ്യനാദ്യം. ഇവിടെ വന്ന് രാജാവ് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോന്ന്. യെസ്, നമ്മളെത്തിയിരിക്കുന്നു. നാളെ രാവിലെ ആകുമ്പോൾ എന്തോ വലിയ സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ നമുക്ക് വീട്ടിൽ കാണാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. വാസ്കോഡ ഗാമ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ പേര് വാരിയർ എന്നാണ്. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ടെസ്ല വിട്ട് ഒരു കളിയിലാണ്. നമ്മളിപ്പം ലിസ്ബൺ ഹോട്ടലാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ലിസ്ബണിൽ വന്നിട്ട് കുറച്ച് ലിസ്ബൺ ഒക്കെ എക്സ്പ്ലോർ ചെയ്തു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടുത്തെ ഒരു ടൗൺ ആയിട്ടുള്ള സിൻഡ്രയിലോട്ടാണ്. അവിടെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ അതെല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബീച്ചസ് ഉണ്ട് കേട്ടോ. പക്ഷെ ബീച്ചസ് നമ്മൾ കവർ ചെയ്യുന്നില്ല, കാരണം 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അൽഗാർവേയിൽ പോകുന്നുണ്ട്. അവിടെ ഫുള്ള് ബീച്ചാണ്. സോ നമുക്ക് സിൻഡ്ര ചെന്നിട്ട് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ ഇപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി വലിയ ശരിയല്ലാത്തത് കൊണ്ട് നല്ല ജലദോഷമൊക്കെ 2 പേർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. ടാക്സി ചീപ്പർ തന്നെയാണ് കേട്ടോ വെൻ കമ്പയർ ടു ഗ്രാസ് ഒക്കെ. കാരണം ഇവിടുന്ന് 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അതിന് ഏകദേശം 24 യൂറോയാണ് ടാക്സിയിൽ. സോ നമുക്ക് അവിടെ ചെന്നിട്ട് അതെല്ലാം കാണാം. നമുക്കിനി സിൻഡ്ര വെച്ച് കാണാം. ടാക്സി ബുക്ക് ചെയ്തിട്ട് എത്തി. 1 മിനിറ്റിൽ നമ്മൾ താഴെ എത്തുന്നതിന് മുമ്പ് ആളെത്തിയെന്ന് തോന്നുന്നു. പറഞ്ഞതുപോലെ നമ്മൾ ടെസ്ല വിട്ട് ഒരു കളിയില്ല കേട്ടോ. ഏത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് രാജകീയമായിട്ട് നമുക്ക് 3/4 മണിക്കൂറിൽ സിൻഡ്രയിലെത്താം. നമ്മൾ ഹോട്ടലിൽ നിന്ന് ബുക്ക് ചെയ്തപ്പം 1 മിനിറ്റിനുള്ളിൽ ആൾ താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ട്രെയിനും ബസ്സൊക്കെ കയറി പോകണമെങ്കിൽ 1.5 മണിക്കൂർ എടുക്കും. നല്ല ചൂടുമാണ്. നമ്മുടെ ഊപ്പാടളവ്. ഇതുപോലത്തെ ബസ്, ടൂറിസ്റ്റ് ബസ്സുകളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. സിൻഡ്രയിലെ നാഷണൽ പാലസ് പേന കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് ക്യൂവിൽ നിൽക്കുവാണ്. നമ്മൾ ടാക്സിയിൽ വന്നത് എന്തുകൊണ്ട് നല്ല ചോയ്സ് ആയിട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ടാക്സിയിൽ വന്നതുകൊണ്ട് ഇനി വരെ എത്തിച്ചു. ഇത് ഭയങ്കര കയറ്റമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ചിലരൊക്കെ നടന്നു വരുന്നുണ്ട്. പിന്നെ ഓട്ടോ സർവീസ് ഉണ്ട് താഴേന്ന്. സോ നമുക്ക് നടക്കേണ്ടി വന്നില്ല. നമുക്ക് പാലസ് കയറി കാണാം. വേഗം പാലസ് കണ്ടിട്ട് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് എനിക്ക് നാഷണൽ പാർക്ക് കാണാനാണ്. സോ നമുക്ക് അതൊക്കെ കാണാം. നമ്മൾ 2 ടിക്കറ്റ് എടുത്ത് കേട്ടോ പാർക്ക് ഓഫ് പേന കാണാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് 10 യൂറോ ആണ് അയക്കുന്നത്. അതേപോലെ വേറെ നമുക്കിപ്പോൾ നാഷണൽ പാർക്കിൻ്റെ അകത്തുള്ള പാലസിൻ്റെ അകത്തുള്ള ഗൈഡഡ് ടൂർസും അവൈലബിൾ ആണ്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. പിന്നെ ക്യാസിലുണ്ട്, അതിലെല്ലാം സെപ്പറേറ്റ് ആണ് എടുക്കേണ്ടത്. നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് പാർക്ക് കാണാൻ വേണ്ടിയിട്ടും പിന്നെ പാലസിൻ്റെ ഫ്രണ്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണാമെന്നാണ് ഓർക്കുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം അല്ലേ? യെസ്. ഇനി ഒരു 30 മിനിറ്റ് നമ്മൾക്ക് നടക്കണം. ഇതാണ്ട് ആ കാണുന്നതാണ് പാലസ്. അവിടെ വരെ നമുക്ക് നടന്നെത്തണം. ഇതെത്ര 85 ഹെക്ടർ പാർക്കിൻ്റെ അകത്താണ് ഈ പാലസ് ഉള്ളത്. ആ രാജാവിനെ സമ്മതിക്കണം. എനിക്ക് തോന്നുന്നില്ല കേട്ടോ രാജാവ് വെളിലോകം കണ്ടിട്ടുണ്ടെന്ന്.
ഇവിടെ എത്തണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ്. നല്ലൊരു ആംബിയൻസ് കണ്ടോ, കിളികളുടെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്കിപ്പം ഈ ഫോറസ്റ്റും അതേപോലെ ഗ്രീനറിയൊക്കെയാണ് ഒരുപാട് ഇഷ്ടമെങ്കിൽ ഇതിനകത്തൂടെ ഒക്കെ നടക്കാൻ പല പല റൂട്ടുകളുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലത്തെ റൂട്ടുണ്ട്. നമ്മൾ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് പിടിച്ചേക്കുന്നത്. ഇത് തന്നെ 30 മിനിറ്റ് എത്തും. കുറച്ച് കയറി വന്നു കഴിയുമ്പം ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്. സോ കോഫി ഒക്കെ കുടിക്കണമെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്ത് കുടിച്ചിട്ടൊക്കെ നമുക്ക് മേലോട്ട് കയറാം. ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. അതുകൊണ്ട് ആ പാലസിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് 1 ഡേ ഫുള്ള് വേണം തോന്നുന്നു. ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് പല പല റൂട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞതുപോലെ. ആ റൂട്ട് വഴിയൊക്കെ നിങ്ങൾക്ക് പോകണമെങ്കിൽ ഒരു ദിവസം തന്നെ മതിയെന്നറിയത്തില്ല. ഈ ഒരു സമയം എനിക്ക് മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ്. കാട് കറുത്ത കാട്, പിന്നെന്താ ദൈവ മനുഷ്യനാദ്യം പിറന്ന നാട് ആണെന്ന് തോന്നുന്നു. ഇത് കറുത്ത നാടൊന്നും കറുത്ത കാടൊന്നുമല്ല. ഒരുപാട് ഈ പാർക്കിനെ തന്നെ ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ക്രോസ് പോലെ കണ്ടു. നമുക്കൊന്ന് പോയി നോക്കാം അവിടെ. അങ്ങനെ എത്താൻ പറ്റില്ലായിരിക്കും അല്ലേ? എനിക്ക് ഇങ്ങോട്ട് കയറാൻ മേല. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി എക്സ്പീരിയൻസും അതേപോലെ വെതർ നല്ലതാണ് അല്ലേ ദീപു? ദീപുന് എങ്ങനെ ഒത്തിരി ഇഷ്ടപ്പെട്ടോ ഇത്? നല്ലതല്ലേ? ഈ കാണുന്നത് ഒരു സ്കൾപ്ചറാണ് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ കാലുകുത്തിയ വാസ്കോ ഡ ഗാമ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിന്റെ പേര് വാരിയർ എന്നാണ്. ഇതിന്റെ ഒരു ഷേപ്പ് തന്നെ ഒരു ഒപ്റ്റിമൽ ഷേപ്പാണ്. ഓ, നമുക്കിവിടെ പോർച്ചുഗലിൽ വന്നതൊക്കെ കാണാൻ പറ്റിയല്ലോ അല്ലേ? കാടിന്റെ നടുവിൽ ഒരു കിണർ, നിറച്ച് വെള്ളമാണ് കേട്ടോ. ആഴം ഉണ്ടോന്നൊന്നും അറിയത്തില്ല, കാണും. ഓ, നമുക്ക് വിശന്ന് തുടങ്ങി ചെറുതായിട്ട്. അപ്പം ഒരു ഓറഞ്ചൊക്കെ കയ്യിലെടുത്തുകൊണ്ട് നന്നായി. കൊച്ചു കുട്ടികളെയും കൊണ്ടൊക്കെ വരുവാണെങ്കിൽ ഫുഡ് ഉറപ്പായിട്ടും എടുക്കണം, ഇല്ലെങ്കിൽ നമ്മൾക്ക് വേഗം വന്നിട്ട് ഓടേണ്ടി വരും. കുറേ നടന്നു കഴിയുമ്പോൾ നമ്മളും മടുക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് കൊണ്ട് മടുക്കുന്നില്ല, വിശപ്പുണ്ടെങ്കിലും. ആ കുരിശ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും നടന്നു വന്നത്. ഇനി കുറച്ചും കൂടെ നടക്കണം. നോക്കാം, ആംബിയർ ഉണ്ടെങ്കിൽ അങ്ങ് വരെ നടന്നെത്താം. യെസ്, നമ്മളെത്തിയിരിക്കുന്നു. ഇപ്പം നമ്മൾ ആ മേളിൽ കണ്ട കുരിശിൻ്റെ ടോപ്പിലെത്തി കേട്ടോ. ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുവാണ്. കുറേ പാറകളുണ്ട്. നമ്മളൊന്നും പാറില്ലായിരുന്നു, ഇപ്പം ഭയങ്കര തിരക്കായി. ആണ്ട് ഇവിടെ കയറി നിന്നപ്പോഴാണ്ട് ആ കാണുന്ന കടലാ, ആണ്ട് ബോട്ടൊക്കെ പോകുന്നുണ്ട്.
ക്രോസ് ആണ് കേട്ടോ ഈ സിന്ദ്രയിലെ ടോപ്പായിട്ടുള്ള ഒരു പോയിന്റ്. 529 മീറ്റർ ടോപ്പിലാണ്. അതുപോലെ ഇത് കൺസ്ട്രക്ട് ചെയ്ത് 1997 അപ്പോൾ എന്തോ ലൈറ്റനിങ് ഒക്കെ കാരണം ഡിസ്ട്രോയ് ആയിട്ട് പിന്നെ 2008 അത് റീകൺസ്ട്രക്ട് ചെയ്തതാണ്. സോ റീസെൻ്റ് അല്ല, 2008 ഇനി നമുക്ക് അടുത്ത ഷാലറ്റിലോട്ട് പോവാം. ഇതൊക്കെ ഓരോ ഹിഡൻ പ്ലേസസ് ആണ്. നമുക്കപ്പോൾ ടൈം ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ചെറിയ ഒരു റെക്ടാങ്കിൾ ഷേപ്പ്. നമുക്കൊരു കൂട്ടിൽ വേണ്ടിയിട്ട് അവരുടെ പുറകെ പോവാണ് കേട്ടോ. ഇവിടെ എല്ലായിടത്തും ഇതേപോലെ റൂട്ട് മാപ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ആരോ നമ്മളിപ്പം ഈ ക്രൂസ് ആൾട്ടിലാണ് പോയത്, ആ ഹൈസ്റ്റ് പീക്കിൽ. ഇപ്പം നമ്മളിനി പാലസിലോട്ട് പോവാണ്. സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ പാലസിലെത്തിയിരിക്കുന്നു. ഇനി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം നമുക്ക് ആ സൈഡിലോട്ടും പോയിട്ട്. രാജാവ് നോക്കും ആരെങ്കിലും വരുന്നുണ്ടോന്ന്. നമ്മുടെ വീട്ടിൽ ലെൻസിന്റെ അകത്തോടെ നോക്കുന്നതാണ്. നമ്മളെ അകത്തേക്ക് കയറ്റത്തില്ലല്ലേ, ആ ഒരു ക്യൂ ടിക്കറ്റ് ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇവിടെ വരെയുള്ള ആക്സസ്. നമ്മളിനിയും താഴേക്ക് പോവാണ്. റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഞാൻ സീ ഫുഡ് പാസ്തയും ബീഫ് എന്തായിരുന്നു, ഡക്ക് റോസ്റ്റ് വിത്ത് റൈസുമാണ്. ഡക്ക് റോസ്റ്റ് വിത്ത് റൈസ് ഞാൻ ടേസ്റ്റ് ചെയ്ത് കൊള്ളാം. ഞാൻ പാസ്ത ഒന്ന് ട്രൈ ചെയ്യട്ടെ. കൊള്ളാം, എന്തൊക്കെയോ സ്പൈസസ് ഒക്കെ ഉണ്ട്. നമ്മളങ്ങനെ പെന്നാം പാലസിൽ നിന്ന് താഴോട്ട് പോവാണ്. നമുക്കൊരു ബസ് കിട്ടി. 2 പേർക്കും കൂടെ ടിക്കറ്റ് 4 യൂറോ ആയി. ഇത് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്ന ബസ്സാണ്. നമ്മൾ 434 ബസ്സിലാണ് കേട്ടോ പെനേന്ന് താഴോട്ട് ഇറങ്ങിയത്. സിന്ദ്രയിലെ മെയിൻ സ്പോട്ട്സ് എല്ലാം ഈ ബസ് വഴി കവർ ചെയ്യും. ഓക്കെ, നമ്മളിനി ഇവിടുന്ന് ഇനിഷ്യേഷൻ വെള്ളിലോട്ട് പോവുകയാണ്. 7 മിനിറ്റ്സ് വാക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഇനിഷ്യേഷൻ വെല്ലോട് നടക്കുവാണ്. ഇവിടെയൊക്കെ ചെറിയ മിനി മാർക്കറ്റും കുറേ കഫേയൊക്കെ ഉണ്ട് ഈ നടന്നു വരുന്ന വഴിയൊക്കെ.
ഇനീഷ്യേഷൻ വെല്ലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി മേളിൽ വരെ എത്രയെന്നാണ് പറഞ്ഞേക്കുന്നത്. അവിടുന്ന് പിന്നെ ഈ വെല്ലിൻ്റെ അകത്തൂടെ കുറേ സ്റ്റേഴ്സ് ഉണ്ട്. അത് ഇറങ്ങി താഴെ എത്തുമ്പോൾ ദാണ്ട് ആ സ്പോട്ടിലെത്തുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ നടക്കുവാണ്. ഒക്കെ ഉള്ളതൊക്കെ കുറച്ച് പാടായിരിക്കും തലയിടിക്കുക. തലയിടിച്ച് പക്ഷെ എനിക്ക് മേലോട്ട് പോകണമെന്നോ സംശയം. എന്താണ്ട് പാടിയൊക്കെ കയറുതാണ്ട് നോക്കാം. സ്റ്റാർട്ട് ചെയ്താണ്ട് അവിടെ നിന്നാണ് കേട്ടോ. ഇനിയും 4 ലെവൽസ് മേലോട്ട് നമുക്ക് കയറണം. സ്റ്റേഴ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അതെടുക്കരുത്. ഈ ഒരു പാത്തിൽ കൂടെ തന്നെ മേളിലേക്ക് കയറണം എന്നാ പറഞ്ഞേക്കുന്നത്. നടക്കാം. നടന്നു അടുത്ത വ്യൂ. ഇവിടെ നല്ല ഡയറക്ഷൻ ഒക്കെ കൊടുത്തേക്കുന്നുണ്ട്, നന്നായി. നമ്മളിപ്പം ഇനിഷ്യേഷൻ വെല്ലിനുള്ളിലൂടെ നടക്കുവാണ് കേട്ടോ. ഇവിടെയൊക്കെ കുറേ വെള്ളം വീണ് കിടപ്പുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി അടിച്ച് വീഴും. ഇപ്പം നമ്മൾ ഈ പടി ഇറങ്ങി താഴോട്ടെത്തുന്നത് ഗ്രൗണ്ട് ലെവലിലോട്ടായിരിക്കും. നമ്മളിപ്പം ഈ വെല്ലിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതേപോലൊരു വഴിക്കൂടെ നടക്കും കേട്ടോ. എൻ്റെ പൊക്കത്തിനൊത്ത സൈസിലാണ് ഈ മേളത്തെ ഇതൊക്കെ പണിതേക്കുന്നത്. എൻ്റെ കറക്റ്റ് സൈസിൽ കിട്ടുന്നത്. എന്നാലും എനിക്ക് കുനിയണം. ക്യാമറാമാൻ കുനിഞ്ഞെടുക്കും. ഇനിഷ്യേഷൻ വെല്ലൊക്കെ കണ്ടു. ഇനിയിപ്പം നമ്മൾ ഇവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചിലോട്ട് പോവാണ്, ഉർസ ബീച്ച്. ഇനിഷ്യലി നമ്മൾ ബീച്ചിൽ പോകുന്നില്ല എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു, പക്ഷെ നമ്മളത് സൺസെറ്റ് അവിടെ പോയി കാണാമെന്ന്. നല്ലതാണ് അവിടെ. സോ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ ഉർസ ബീച്ചിലോട്ട് പോവാണ്. സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അതിനുശേഷം നമ്മൾ മോണുമെന്റ് ടു ദ ഡിസ്കവറീസ് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാഗോർ റിവറിന്റെ നോർത്തേൺ ബാങ്കിലാണ് കേട്ടോ. ഈ കാണുന്നതാണ് മോണുമെന്റ്സ് ഓഫ്
സ്റ്റോറീസ്. ഇവിടെ നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ നിന്നാണ് വാസ്കോ ഡ ഗാമ കോഴിക്കോടേക്ക് എത്തിയത്. ആ ഒരു ഇന്ത്യ പോർച്ചുഗൽ ട്രേഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഇവിടെ നിന്നാണ്. ലിസ്ബണിനോട് യാത്ര പറയുകയാണ്. ഇപ്പം നമ്മൾ അൽഗാവയിലോട്ട് പോവാണ്. ഏകദേശം 5.5 മണിക്കൂർ ട്രാവലുണ്ട്. ബസ് ഒരു 5 മണിക്കൂറോളം നമ്മൾ അതിലിരിക്കണം. ബസ് വരാൻ കുറച്ച് ടൈമും കൂടെ എടുക്കുന്നത് കൊണ്ട് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ നല്ല ചൂടിഡലിയൊക്കെ വാങ്ങിച്ചു. ബസ്സിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂടെ വെയിറ്റ് ചെയ്യണം. ആ ഒരു ടൈമിൽ നമ്മൾ ഇവിടുത്തെ ഷോപ്സ് ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഈ ബസ് സ്റ്റോപ്പിൻ്റെ താഴെ 3 ഫ്ലോർസിൽ കുറേ ഷോപ്പുകളുണ്ട്. ഇവിടെ ഹൈപ്പർ മാർക്കറ്റും ഭയങ്കര മഴയാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും. ആകെ മൊത്തത്തിൽ അതുകൊണ്ട് നന്ദി പൊളിഞ്ഞ് നിൽക്കുകയാണ്. സോ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഓരോ ബസ്സിനും. ഫ്ലിക്സ് ബസ്സിനും റെഡ് എക്സ്പ്രസ് അങ്ങനെ കുറേ ബസ്സുകളുണ്ട്. നമ്മൾ റെഡ് എക്സ്പ്രസ്സിലാണ് അൽഗാവ പോകുന്നത്. സോ ഒരു 3 മണിക്കൂർ ട്രാവലുണ്ട്. 2 പേർക്കും കൂടെ 40 യൂറോസാണ് അയക്കുന്നത്. അവിടെ ചെന്നിട്ട് നമ്മൾ 2 കണക്ഷൻ എടുക്കണം. പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് നല്ല നമ്മൾ അവിടെ നിന്ന് ടാക്സി എടുക്കുന്നതായിരിക്കും. 19 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. സോ നമുക്ക് ഇങ്ങനെ അവിടെ ചെന്നിട്ട് നോക്കാം ഏതാണ് കൺവീനിയൻ്റ് എന്നുള്ളത്. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് WC ഈ ബസ്സിൻ്റെ അകത്ത്. നമ്മൾ അങ്ങനെ റിസോർട്ടിലെത്തി. നമ്മുടെ റൂം 270. അങ്ങോട്ടേക്ക് പോവാം. നാളെ രാവിലെ ആകുമ്പോൾ എന്തോ വലിയ സർപ്രൈസ് ഗിഫ്റ്റൊക്കെ നമുക്ക് റൂമിൽ നിന്ന് കാണാമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി. ബീച്ച് നമുക്ക് നല്ല വ്യൂ ആയിരിക്കും. ഞാൻ വലുതാട് വെച്ച് വരട്ടെ. വെൽക്കം സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ ബിസ്ക്കറ്റ്സും പിന്നെ ജാമും ഒക്കെ. വിശക്കുന്നുണ്ട്. നമ്മൾ ഡിന്നറിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബീച്ച് കാണാം ഇവിടെ നോക്കി.